+2 സീറ്റ് വിഷയത്തിലെ ലീഗിന്റെ പ്രതികരണത്തെ വിമർശിച്ച് ഡോക്ടർ കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മലപ്പുറത്തോടുള്ള അവഗണനയായി അതിനെ വ്യാഖ്യാനിക്കുന്നത് സർക്കാരിനെതിരെ മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള ശ്രമമാണെന്നാണ് ജലീലിന്റെ ആക്ഷേപം. ഹയർ സെക്കൻഡറിയിലെ 20% സീറ്റ് വർധന പുതിയതല്ലെന്നും ലീഗ് ഭരണത്തിലിരുന്ന കാലത്തും അത് അനുവദിച്ചിരുന്നുവെന്നും വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുതെന്നും പോസ്റ്റിൽ ജലീൽ പറയുന്നു. +2 വിഷയത്തിൽ ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം സർക്കാരിനെതിരെ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ +2 വിഷയം അത് കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കെ.ടി. ജലീലിന്റെ പോസ്റ്റ് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി. നമുക്കറിയാം, ഈ +1 പ്രവേശന വിഷയം ചർച്ചയായത് മുതൽ തന്നെ മലപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഈ ഒരു ബാച്ചുകളുടെ വർധനവാണ് ആവശ്യമെന്നും സീറ്റുകളുടെ വർധനവല്ല വേണ്ടതെന്നും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും ഒരുപോലെ ആവശ്യപ്പെടുന്നൊരു സാഹചര്യം. പലരും പരസ്യ പ്രതിഷേധം വരെ നടത്തി, പലരും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ PM A സലാം തന്നെ ഈ ഒരു ബാച്ച് വർധനവിന്റെ ആവശ്യം അത് അക്കമിട്ട് പറയുന്ന ഒരു സാഹചര്യം PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇതിൽ പ്രതികരിച്ചിരുന്നു. അത്തരത്തിൽ വ്യാപകമായിട്ട് ലീഗിൽ നിന്നും ഈ ഒരു ബാച്ച് വർധനവ് എന്ന ഒരു ആവശ്യം ഉയർന്നപ്പോഴാണ് കെ.ടി. ജലീലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടകര പൂത്തിരി കത്തിക്കരുത് എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. ഇതാദ്യമായിട്ടല്ല ഒരു ബാച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. 2016-ൽ UDF സർക്കാർ ചെയ്തപ്പോൾ അന്നൊക്കെ ഇതിനെ സ്വാഗതം ചെയ്തവരാണ് ഇപ്പോൾ ഇതിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. മാത്രമല്ല, അന്നത്തെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ നല്ല കെട്ടിടങ്ങളും മികച്ച സൗകര്യങ്ങളുള്ള ഭൗതിക സാഹചര്യങ്ങളും സ്കൂളുകളിൽ ഒരുങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇടത് സർക്കാർ ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് ശ്വാസം മുട്ടിയിരിക്കേണ്ട, ഞെരുങ്ങിയിരിക്കേണ്ട ഒരു സാഹചര്യം എവിടെയുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സീറ്റുകളുടെ വർധനവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടിയിരിക്കേണ്ട സാഹചര്യമില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ പോസ്റ്റിൽ. മാത്രമല്ല, മുൻപ് സീറ്റ് വർധനവിനെ ന്യായീകരിച്ചവർ ഇപ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. വടകര പൂത്തിരി, അതായത് വടകരയിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ നടന്ന ആ പ്രചരണങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തലക്കെട്ടാണ് വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കുന്നത്. നേരത്തെ തന്നെ മലപ്പുറത്ത് വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മലപ്പുറത്തുള്ളവരെ ചിലരാണ് ഇത്തരത്തിൽ വിമർശനം ഉയർത്തുന്നത്, ശിവൻകുട്ടിയുടെ വാക്കുകളെ വലിയ തോതിൽ തന്നെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വേർതിരിവ്, മലപ്പുറത്ത് ഒരു വർഗീയമായിട്ടുള്ള വേർതിരിവിന് ശ്രമിക്കരുത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എന്തിനാണ് ഒരു കാര്യം കൂടി അദ്ദേഹം ഇതിൽ എഴുതി അവസാനിപ്പിക്കുന്നുണ്ട്. മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള നീക്കമാണ് ഇവിടെ ദൗർഭാഗ്യവശാൽ നടക്കുന്നത് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഈ ഒരു സീറ്റുകളുടെ കുറവ് ശാശ്വതമായിട്ട് തന്നെ ഇടതുപക്ഷ സർക്കാർ പരിഹരിക്കുമെന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു +1 SSLC ഫലം വരുമ്പോൾ മലപ്പുറത്തിനെ എല്ലാവരും പുകഴ്ത്തുകയും മലപ്പുറത്തിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന സമയമാണ്. അതിനുശേഷം ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കാണുന്നതാണ്. ഇത്തവണയും അത്തരത്തിൽ ഒരു ബാച്ചുകളുടെ വർധനവിന് വേണ്ടി വലിയ പ്രതിഷേധം ഉയരും എന്ന സാഹചര്യത്തിലാണ് കെ.ടി. ജലീൽ ഈ ഒരു സീറ്റ് വർധനവിനെ ന്യായീകരിച്ചുകൊണ്ട്, എന്നാൽ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി, അതേസമയം പ്രതിഷേധം ഉയർത്തുന്ന ലീഗിനെയും മറ്റുള്ളവരെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിലും ഈ ഒരു +1 വിഷയത്തിൽ മലപ്പുറത്ത് പ്രതിഷേധവും ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ തുടരുമെന്ന് ഉറപ്പാണ്. അത് ഒരു ബാച്ചുകളുടെ വർധനവ് ലഭിക്കുന്നതുവരെ അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നും ഉറപ്പാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ലീഗ് ഉന്നയിക്കുന്ന ഒരു ആവശ്യം, തെക്കൻ കേരളത്തിൽ അധികം കുട്ടികളില്ലാതെ ഉള്ള ബാച്ചുകൾ അത് മലപ്പുറത്തേക്ക് മാറ്റണം എന്നൊരാവശ്യമാണ് കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നത്. ഇതിനോട് എത്രമാത്രം അനുകൂലമായിട്ട് ഇടതു സർക്കാർ പ്രതികരിക്കുമെന്നറിയില്ല. എങ്കിൽ പോലും ഇത്തവണ കഴിഞ്ഞ തവണത്തെ സാഹചര്യം ഉണ്ടാകില്ല. കുട്ടികൾക്ക് കുറെ കൂടി സീറ്റുകൾ പഠിക്കാനുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും. അശ്വതി. ശരി അനുമോദ്, എന്തായാലും